കുട്ടിക്കാലത്ത് ജോത്സ്യൻ ജാതകം നോക്കി വിജയനെ കുറിച്ച് പറഞ്ഞത് ഭാവിയിൽ രാജാവാകാൻ യോഗ്യതയുണ്ടെന്നത്രേ. അയാൾ നോക്കി ഒന്ന് ഇതെല്ലാം വെച്ച് നോക്കിയതിന് ശേഷം പറഞ്ഞ് ഈ കുട്ടിൻ്റെ ജാതകം നല്ല ജാതകമാണ്, രാജാവാകാൻ യോഗ്യനായിരിക്കുന്ന കുട്ടിയാണിത്. അപ്പോൾ ഇവന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഓനോ എത്ര ഉന്നതങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും ഉന്നതങ്ങളിൽ എത്തണം. ഇവൻ്റെ ജാതകപ്രകാരം രാജാവാകും. വിജയൻ തല്ലും പിടിക്കും പോകാറില്ല. അപ്പോൾ തല്ലും പിടിയും നടത്തുന്ന കുട്ടികളെ രണ്ടാളെയും രണ്ട് വഴിക്ക് പിടിച്ച് നിർത്തിയിട്ട് പറയും, എന്തിനാടാ ഇത് തല്ലുന്നത്, എന്താണ് നിങ്ങളെ പ്രശ്നം എന്നെല്ലാം പറഞ്ഞിട്ട് ഇല്ല രണ്ടാളും ലോകിയായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതിർന്ന ആൾ അല്ലെങ്കിൽ ആ സ്കൂളിലെ ടീച്ചർ ചെയ്യുന്ന കാര്യം ഈ 6ാം ക്ലാസ്സിൽ വിജയൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ അന്നത്തെ ഹെഡ് മാസ്റ്റർ ഉണ്ട്, TV നാണുമാഷ് എന്ന് പറയും. അയാൾ അന്ന് തൊട്ടിട്ട് ഇയാളൊരു നിക്ക് നെയിം കൊടുത്തു, ഇരട്ട പേര് കൊടുത്തു വിജയന്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യസ്ഥൻ. കുട്ടികളുടെ കൂട്ടത്തിൽ ഇവനൊരു ഒരു മുഖ്യസ്ഥനായിരുന്നു. അതുകൊണ്ട് അന്ന് മുഖ്യസ്ഥൻ എന്നാണ് വിളിക്കുക. ഇടക്കടവ് മുണ്ടയിൽ വീട്ടിൽ കോരന്റെയും കല്യാണിയമ്മയുടെയും ഇളയ മകൻ. പിണറായി എന്ന ഗ്രാമത്തിൽ പിച്ച വെച്ച് വളർന്ന് ഒടുവിൽ ആ നാടിന്റെ മുഖമായി മാറിയ ഒരാൾ. തന്റെ പ്രവൃത്തി കൊണ്ട് ലോകരുടെ മുന്നിൽ ജന്മനാടിന് അടയാളം ഉണ്ടാക്കി കൊടുത്ത നേതാവ്. പോരാട്ട വീര്യത്തിലും നേതൃപാടവത്തിലും ബാല്യം മുതൽ കഴിവ് തെളിയിച്ചിരുന്നു പിണറായിക്കാരുടെ വിജയൻ. ഇരട്ടച്ചങ്കൻ എന്ന വിളിപ്പേര് അണികൾ ഈയടുത്ത് കൊടുത്തതാണെങ്കിൽ പണ്ട് മുതലേ അയാൾക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു, മുഖ്യസ്ഥൻ. പിണറായി ശാരദവിലാസം സ്കൂളിലെ പഠനകാലത്ത് പ്രധാന അധ്യാപകൻ ഇട്ട പേരായിരുന്നു അത്. വിദ്യാർത്ഥികൾക്കിടയിലെ തർക്കങ്ങളിൽ മധ്യസ്ഥനായി പ്രശ്നം പരിഹരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മുഖ്യസ്ഥൻ എന്ന പേര് വന്നത്. തോളിൽ കൈയിട്ടു നടന്ന ഒരു പാത്രത്തിലുണ്ട ഒരുമിച്ച് പോരാടിയ സൗഹൃദമുണ്ട് നാണുവിനും വിജയനും ഇടയിൽ. കണ്ണൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിൽ മറുതലയ്ക്കൽ ആ വിജയൻ ഫോൺ എടുക്കും, വിശേഷങ്ങൾ പങ്കുവെക്കും. ഈയിടെ സൗഹൃദം പുതുക്കുന്ന സന്ദർശനവും. നാണുവിന്റെ ഉള്ളിലുണ്ട് വിജയനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മൊട്ടിട്ടത് തലശ്ശേരി ബെർണൻ കോളേജ് മുറ്റത്താണ്. അവിടെ മുതൽ തുടങ്ങിയ ചെങ്കോടിയേന്തിയ മുഷ്ടി ചുരുട്ടിയ പോരാട്ടം പിൽക്കാലത്ത് പിണറായി എത്തിച്ചത് കേരളത്തിന്റെ ഭരണ കസേരയിൽ. പിണറായി എന്നതൊരു സ്ഥലപ്പേരല്ല, ആ മനുഷ്യന്റെ പേരാണെന്ന് കരുതിയ എത്രയോ പേർ ഇന്നും പലയിടങ്ങളിലുമുണ്ട്. കാർക്കശി നിറഞ്ഞ പെരുമാറ്റത്തിന് പിണറായി എന്ന പേരിനപ്പുറം ആ വ്യക്തിക്ക് മറ്റൊരു അടയാളം വേണ്ട. നയിക്കാൻ പിണറായി തന്നെ. 80ാം വയസ്സിലും പാർട്ടി ഒറ്റക്കെട്ടായി ആവർത്തിച്ചു പറയുന്ന ഈ വാചകത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രസക്തി. ആ വാചകത്തിലൂടെ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം. 9 വർഷത്തെ തുടർഭരണം കഴിഞ്ഞും ആവേശത്തോടെ ആ പേര് വിളിക്കുന്നു എന്നതിനെ വിശേഷിപ്പിക്കാൻ ഒറ്റ പ്രയോഗമേയുള്ളൂ, പിണറായി പരിവേഷം. അത് നിറഞ്ഞു നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ.